ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഗാർലിക് ബട്ടർ സാൽമൺ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാൽമൺ ഞാൻ കുരുമുളകും ഉപ്പും കൂടെ പുരട്ടി ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബട്ടർ 2 വശവും പുരട്ടിയാണ് ഞാൻ ഈ ഫ്രൈങ് പാനിനകത്തേക്ക് വെക്കുന്നത്. കണ്ടോ, 2 വശവും ആദ്യം ഒരു ഭാഗം തേച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ 2 ഭാഗം ഓയിലി ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഓയിലിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഈ മീനിനകത്ത് തന്നെ നല്ല നെയ്യുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ബട്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി മേളിലോട്ടും കൂടെ ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും കുറച്ച് പച്ചമുളക് ഒന്ന് നടുവേ കീറിയിട്ട് നമ്മൾ എരിവിന് വേണ്ടി, കാരണം കുരുമുളക് നമുക്ക് എരിവ്, ചില ആൾക്കാർക്ക് ഒത്തിരി എരിവ് വേണമല്ലോ, അപ്പം എരിവ് പോരാങ്കിൽ ഇതുപോലെ പച്ചമുളക് ഒന്ന് കീറിയിട്ട് അതിനകത്ത് കൊടുക്കണം. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് എന്തേരം പച്ചമുളകാണ്, എന്തേരം എരിവാണ് വേണ്ടത് അത്രയും പച്ചമുളക് ഇടാം. പിന്നെ എല്ലാ പച്ചമുളകിനും എരിവ് കാണിയല്ലോ, ചില പച്ചമുളകിനൊന്നും എരിവില്ലാത്തതുകൊണ്ട്. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും, ഒത്തിരി മൊരിഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും അതൊന്ന് തിരിച്ചിടണം. മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാൽമൻ്റെ ഗുണവും പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാനിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സാൽമനോടെ മാറിനേറ്റ് ചെയ്ത് വെച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ഞാൻ ബട്ടർ ഇടുന്നില്ല, കാരണം ഇതിനകത്ത് തന്നെ നെയ്യുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് തന്നെ ഉള്ള ഓയിലിനകത്തും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലിനകത്തും കൂടെ ഉള്ളതുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ സാൽമൺ വാങ്ങിക്കുമ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം, ഈ ഗാർലിക് ബട്ടർ സാൽമൺ ഫ്രൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ്. അതും വരേക്കും താങ്ക് യു.